കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. രാവിലെ വർണ്ണയാണ് ആദ്യം ഉണർന്നത്. അദ്ദേഹത്തിന് നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും അവൻ്റെ നെറുകയിൽ ഒന്ന് തലോടിയ ശേഷം അവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ദത്തൻ അവളെ തടഞ്ഞുകൊണ്ട് വീണ്ടും ബെഡിലേക്ക് തന്നെ കിടത്തി. ദത്തൻ കമിഴ്ന്നാണ് കിടക്കുന്നത്. അവൻ തൻ്റെ കൈയും കാലും അവളുടെ മേലേക്ക് കയറ്റി വെച്ച് അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് കിടന്നു. ദത്ത, എനിക്ക് പോണം. ആരെ കെട്ടിക്കാനാ നീ വെളുപ്പാങ്ങാത്ത് പോകുന്നത്? സമയം 6 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പോകണ്ടേ? അവൾ തലയൽപ്പം ചിരിച്ച് ദത്തനെ നോക്കി ചോദിച്ചു. വേണ്ട. ദത്തൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം വെച്ച് കിടന്നു. അവൻ്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയതും വർണ്ണയൊന്ന് പതറി. എൻ്റെ മഹാദേവ, ഇങ്ങനെ എന്തേ കാണിക്കുന്നേ? എനിക്ക് ആകെ എന്തോ പോലെ തോന്നുക. അവളിരു കണ്ണുകളും വെറുകെ അടിച്ചു. എന്താടി? അവൻ അവളുടെ മുഖഭാവം കണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അത് കണ്ട് ദത്തന് ശരിക്കും ചിരി വന്നിരുന്നു. എൻ്റെ ശ്വാസം തട്ടുമ്പോഴേക്കും വെട്ടിപ്പേർക്കുന്ന ഇവളാ 24 മണിക്കൂർ ഉമ്മ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നേ. ഇതിനെയും കൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ഫസ്റ്റ് നടത്തുമെന്തോ. നീ എന്തെങ്കിലും പറഞ്ഞോ ദത്ത? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ എൻ്റെ ആത്മകഥം പറഞ്ഞതാ. ദത്തൻ കണ്ണുകളടച്ച് കിടന്നു. 2 ദിവസം കഴിഞ്ഞത് ദത്തനെ വാർഡിലേക്ക് മാറ്റി. ഇപ്പോൾ ദത്തനും അവൻ്റെ ഫുൾ ഗ്യാങ്ങും വാർഡിലാണ്. ദത്തൻ വന്നതോടുകൂടി വാർഡൊരു ഉത്സവപ്പറമ്പായി. പാട്ടും കൂത്തുമായി മൊത്തത്തിൽ ഫുൾ അലമ്പായിരുന്നു. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പലതവണ വാൺ ചെയ്തുവെങ്കിലും അതൊക്കെ ആര് കേൾക്കാൻ. 2 ആഴ്ച വേഗത്തിൽ കടന്നുപോയി. ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരായി ഡിസ്ചാർജായി പോയിരുന്നു. ഇപ്പം ദത്തനും ജിത്തുവും മാത്രമാണ് വാർഡിലുള്ളൂ. ദത്തനിന്ന് ഡിസ്ചാർജ് ചെയ്യും. രാവിലെ തന്നെ അന്ന് കണ്ട ദത്തൻ്റെ കുറച്ച് ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവരെ കണ്ടതും വർണ്ണയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു വന്നു. ദത്തനെ കൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ദത്തൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ട ഫുഡും മരുന്നും പപ്പ തന്നെയാണ് എത്തിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും ദത്തനും പപ്പയും സംസാരിക്കുകയോ എന്തിന് പരസ്പരം ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല. ഇനി എൻ്റെ മോനെ ഈ അന്യനാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് നിൽക്കണ്ട. നമുക്ക് നമ്മുടെ തറവാടിലേക്ക് തിരിച്ചു പോകാൻ ദേവാ. അവിടെ നിന്നെയും കാത്തൊരാൾ ഇരിക്കുന്നുണ്ട്, നമ്മുടെ പാറുമോള്. അവളോട് ദത്തൻ തിരികെ വരുമെന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത് പോലും. അതൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതിയോ? എല്ലാ ബന്ധങ്ങളും ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാ ദത്തൻ ഇവിടേക്ക് വന്നത്. ഇനി അവിടേക്കൊരു മടക്കില്ല. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? നിന്റെ വാശി കളയേ. പഴയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മറന്നു. മോൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഞങ്ങളൊരു വാക്ക് പോലും ഇനി മോനോട് ചോദിക്കാനോ പറയാനോ വരില്ല. മോൻ ഞങ്ങളുടെ കൂടെ വരണം. തെറ്റോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാവരും കൂടി എന്നെ തെറ്റുകാരനാക്കിയതല്ലേ. പിന്നെ നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ അവളില്ലേ, ആ പാർവതി, അവൾ തന്നെയല്ലേ എന്നെ ചതിച്ചത്. ദത്തനൊന്നും മറന്നിട്ടില്ല, ഇനി മറക്കേയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് 4-5 വർഷമായി. അതൊക്കെ മറന്നേക്ക്. നിന്നെ തറവാടിലേക്ക് തിരികെ വിളിക്കാനാ ഞങ്ങൾ വന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോകാം. ഞാൻ അവിടേക്ക് വരില്ല. വേണിമോളെ. ദത്തൻ കിടക്കുന്ന ബെഡിന് കുറച്ച് അപ്പുറത്തായി മാറി നിൽക്കുന്ന വേണിയെ അവൻ അരികിലേക്ക് വിളിച്ചു. പോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ? എടുത്തു ദത്തേട്ടാ. അത് കിടന്ന് ദത്തൻ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. വാ പോകാം. അതും പറഞ്ഞ് ഒരു കൈ അനുവിനെയും മറുകയിൽ വർണ്ണയെയും പിടിച്ച് ദത്തൻ മുന്നോട്ട് നടന്നു. ദത്തന് പിന്നാലെ സാധനങ്ങളുമായി വേണിയും. സ്വന്തം ബന്ധുക്കളെ ഉപയോഗിച്ച് നീ വല്ലവന്മാരുടെയും ഒപ്പം എന്തിനാ പോകുന്നത്? പിന്നിൽ നിന്നും ആ സ്ത്രീ അലറിക്കൊണ്ട് ചോദിച്ചു. ദത്തനോടുള്ള മുഴുവൻ ദേഷ്യവും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇവരെനിക്ക് വല്ലവരുമല്ല. പിന്നെ ബന്ധുക്കളുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. ഇത്രയും കാലത്ത് എൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് എന്നും ചതിക്കാതെ കൂടെ നിന്നിട്ടുള്ളത് രക്തബന്ധം പോലും ഇല്ലാത്ത മറ്റുള്ളവരാ. ഇത്രയും ദേഷ്യപ്പെടാൻ ഇവര് നിന്റെ ആരാ ദത്ത? എവിടെയോ കിടക്കുന്ന അഷ്ടിക്കും മുഷ്ടിക്കും വകയില്ലാത്തവര്. ഛേ! ആ സ്ത്രീ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ തള്ളേ, ഇനി നിങ്ങളുടെ വൃത്തികെട്ട നാവുകൂടെ ഞങ്ങളെ പലതും പറഞ്ഞ നിങ്ങൾ ഈ വേണിയുടെ തനി സ്വഭാവം അറിയും. ദീ നിന്നെ ഞാൻ. അലറണ്ട. നിങ്ങൾ ശബ്ദമുയർത്തിയാൽ ഈ വേണി പേടിക്കില്ല. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നതിന് കാരണം നിങ്ങൾ ദേത്തേട്ടൻ്റെ റിലേറ്റീവ് ആണെന്നത് കൊണ്ട് മാത്രമാണ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്ക് ആരാ അനുവാദം തന്നത്? ഞാൻ നിങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടില്ല. പക്ഷേ ഞാൻ ദേത്തേട്ടൻ്റെ കാര്യത്തിൽ ഇടപെടും. കാരണം എൻ്റെ ഏട്ടനായത്. ഏട്ടനോ? ഏത് വകക്ക്? ഞങ്ങൾ ആരും അറിയാത്ത ദേത്തൻ്റെ പെങ്ങളോ? ഇവനൊരു പെങ്ങളേ ഉള്ളൂ. അവളവിടെ പാലക്കൽ തറവാട്ടിലുണ്ട്. ആ സ്ത്രീ പുച്ഛത്തോടെ പറഞ്ഞും വേണിക്കും ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇവർ രണ്ടുപേരും എൻ്റെ പെങ്ങളാ.
അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളിൽ ഇവർ ഇടപെടും. ഒരുപക്ഷേ എന്നിൽ നിങ്ങളെക്കാൾ അധികാരം ഇവർക്കാണ്. ദത്തന്റെ ശബ്ദമുയർന്നു. എന്നാൽ മറ്റുള്ള എല്ലാവരുടെയും ശ്രദ്ധ വർണ്ണയിലായിരുന്നു. വർണ്ണവന്റെ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അത് മനസ്സിലാക്കിയ ദത്തൻ വർണ്ണയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത് വർണ്ണ ദേവദത്തൻ, എൻ്റെ ഭാര്യ. ദത്തന്റെ ജീവനും ജീവിതവും ഇവൾ മാത്രമാണ്. ഈ ലോകത്തെ എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരേ ഒരാള്. മറ്റുള്ളവരെ പോലെ എന്നെ ചതിക്കില്ല ഇവള്. ദത്തൻ പറയുന്നത് കേട്ട് എല്ലാവരും സ്തംഭിച്ച് നിന്നുപോയി. വർണ്ണദത്തന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. മോനെ ദേവ, നീ എന്തേ പറയുന്നേ? ഭാര്യയോ? അപ്പൊ എന്റെ മോള് പാറുവോ? അവൾ നിനക്ക് വേണ്ടിയല്ലേ ഇക്കാലം അത്രയും കാത്തിരുന്നത്? നിങ്ങളുടെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതല്ലേ? അത് 4 വർഷം മുന്നേ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അവളുടെ പേരെഴുതി എൻ്റെ വിരലിലെ മോതിരം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ ഞാൻ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത്. പാലക്കൽ തറവാടിന്റെ പടിയിറങ്ങി ആ നിമിഷം ആ പഴയ ദേവദത്തൻ മരിച്ചു. ഇന്ന് എന്നിൽ അവകാശം ഞാൻ താലി കെട്ടിയ ഇവൾക്ക് മാത്രമാണ് ഉള്ളത്. അത് ഞാൻ വേറെ ഒരുത്തിക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. അത് പറഞ്ഞ് ദത്തൻ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. അവന് പിന്നാലെ വർണ്ണയും അനുവും വേണിയും. ഓട്ടോയിലാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പോകുന്ന വഴി ദത്തനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി ഹോസ്പിറ്റലിൽ നടന്ന വഴക്കിനെ കുറിച്ച് അവനോടൊന്നും ചോദിച്ചില്ല. ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ വർണ്ണ വേഗം ചെന്ന് ഡോറ് തുറന്ന് ബെഡും മറ്റും തട്ടിക്കുടഞ്ഞു. ശേഷം പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു. അപ്പോഴേക്കും ദത്തനെയും കൊണ്ട് അനുവും വേണിയും അകത്തേക്ക് വന്നിരുന്നു. നിങ്ങളിങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരാൻ മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ല. വേണിയുടെയും അനുവിൻ്റെയും മുഖഭാവം കണ്ട് ദത്തൻ ചിരിയോടെ പറഞ്ഞു. ഇതൊക്കെ പെങ്ങമ്മയുടെ കടമയാണ്. ഏട്ടാ സീരിയലിൽ കണ്ടിട്ടില്ലേ? അനു പറഞ്ഞു. ഓ, തുടങ്ങി അവളുടെ ഒരു സീരിയൽ പുരാണം. ഞാൻ പറയടി എൻ്റെ വായ, അതുകൊണ്ട് ഞാൻ ഇനിയും പറയും. അത് നിനക്കെന്താ? പക്ഷെ കേൾക്കുന്നത് എൻ്റെ ചെവിയാ. നിനക്ക് വാ കൊണ്ട് പറഞ്ഞാൽ പോരെ? ദേ വേണി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആണോ? നന്നായി പോയി. അപ്പോഴേക്കും വേണിയും മനുവും തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിരുന്നു. അത് കണ്ടത് ദത്തൻ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിൽ വന്നിരുന്നു. നിങ്ങൾക്ക് തല്ലുകൂടണമെങ്കിൽ പുറത്തു പോയി തല്ലുകൂടിക്കോ, എന്നൊന്ന് സ്വസ്ഥമായി വിട്. ദത്തൻ ദയനീയമായി പറഞ്ഞ് മനുവും വേണിയും വഴക്ക് നിർത്തി. ഉച്ചക്കുള്ള ഫുഡ് അമ്മ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. വൈകുന്നേരത്തേക്കുള്ളത് ഞാൻ കൊണ്ടുവന്ന് തരാം. കുറച്ച് ദിവസമായില്ലേ ഹോസ്പിറ്റലിൽ തന്നെ, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊന്ന് പോവാം. അനുവും വേണിയും അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. വർണ്ണ ഹോസ്പിറ്റലിലെ ദത്തൻ്റെയും തൻ്റെയും മുഷിഞ്ഞ ഡ്രസ്സുകളെല്ലാം ബക്കറ്റിലാക്കി അലക്കാനായി പുഴക്കടവിലേക്ക് നടന്നു. വർണ്ണ പോയത് ദത്തൻ ബെഡിലേക്ക് കണ്ണടച്ച് കിടന്നു. തലയിലെ മുറിവുണങ്ങി. ഇപ്പൊ ചെറിയൊരു കെട്ട് മാത്രമേ തലയിലുള്ളൂ. കണ്ണടക്കും തോറും തറവാടും മുത്തശ്ശിയെയും അമ്മയുടെയും മുഖം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അമ്മയൊന്ന് കാണാൻ, ആ മടിയിൽ കിടക്കാൻ, അമ്മയുടെ കൈകൊണ്ട് ഒരുള്ള ചോറ് കഴിക്കാൻ അവൻ്റെ മനസ്സ് വല്ലാതെ കൊതിച്ചിരുന്നു. സാധാരണ തറവാടിനടുത്തുള്ള അമ്പലത്തിൽ വെച്ച് മാസത്തിലൊരിക്കലെങ്കിലും അമ്മയെ ചേർന്ന് കാണാറുണ്ട്. ആരും അറിയാതെയാണ് പോകാറുള്ളത്. തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ കുറച്ചു കാലം മുൻപ് വരെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വർണ്ണയും. പഴയ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും ദത്തന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൻ കണ്ണുകളടച്ച് കിടന്നു. എപ്പോഴോ പതിയെ ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വർണ്ണ വിളിച്ചപ്പോഴാണ് ദത്തൻ ഉണർന്നത്. ദത്ത, എണീക്ക്, ഭക്ഷണം കഴിക്കേണ്ടേ? എന്നിട്ട് മരുന്ന് കഴിക്കണം. വർണ്ണ ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി വന്ന് അവൻ്റെ അരികിലിരുന്നു. ദത്തൻ പ്ലേറ്റ് വാങ്ങാനായി കൈ നീട്ടിയതും വർണ്ണ പ്ലേറ്റ് നീക്കി പിടിച്ചു. അത് കണ്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി. നിനക്ക് വയ്യാത്തല്ലേ? ഞാൻ വാരിത്തരാം. അതൊന്നും വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. പറ്റില്ല. വർണ്ണ വാശിയോടെ പറഞ്ഞ് ചോറ് ഉരുളിയാക്കി അവന് നേരെ നീട്ടി. നീ ഇത് കഴിച്ചില്ലെങ്കിൽ എൻ്റെ കല്യാണത്തിന് ശ്രീധനമായി കാറ് മാത്രമല്ല ഒരു ഫ്ലാറ്റ് കൂടി വാങ്ങി തരേണ്ടി വരും. നീ എന്തൊരു സാധനടി? വയ്യാതെ കിടക്കുന്ന ആളോട് ശ്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നോ? വർണ്ണ എന്നെ സുമ്മാവാ. വേഗം കഴിച്ചോ, അല്ലെങ്കിൽ ശ്രീധനത്തിൻ്റെ ലീസ് ഇനിയും കൂടി വരും. അവൾ പറയുന്നത് കേട്ട് ദത്തൻ ചിരിയോടെ വാ തുറന്ന് ഭക്ഷണം കഴിച്ചു. അവന് കൊടുക്കുന്നതിനൊപ്പം തന്നെ വർണ്ണയും കഴിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദത്തന് മരുന്നും കൊടുത്ത് വർണ്ണ പ്ലേറ്റുമായി നേരെ അടുക്കളയിലേക്ക് പോയി. പാത്രമെല്ലാം കഴുകി വെച്ച് വാതിലടച്ച് വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ മുഖത്തിന് കുറുകെ കൈവച്ച് ബെഡിൽ കിടക്കുകയാണ്. വർണ്ണ പതിയെ വന്ന് അവൻ്റെ തല അല്പം ഉയർത്തി തലേനെ എടുത്തു മാറ്റിയ ശേഷം അവൾ ബെഡിലിരുന്ന് തല അവളുടെ മടിയിലേക്ക് കയറ്റി വെച്ചു. ദത്തൻ വഴക്ക് പറയുന്ന പ്രതീക്ഷിച്ചെങ്കിലും അവനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, തിരിഞ്ഞു കിടന്ന് ഇരു കൈകൾ കൊണ്ടും അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് വയലിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വർണ്ണ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ദത്താ, ദത്താ, എന്താടി നീ അവരോട് പറഞ്ഞത്? ആത്മാർത്ഥമായിട്ടാണോ?
ആരോട് എന്ത് പറഞ്ഞെന്ന്? അദ്ദേഹത്തിന് തലയുയർത്തി വർണ്ണയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ നിന്റെ ബന്ധുക്കളോട് പറഞ്ഞില്ലേ ഞാൻ നിന്റെ ഭാര്യയാണെന്നും നിന്നിലെ അവകാശം എനിക്ക് മാത്രമാണെന്നും? അത് ശരിക്കും പറഞ്ഞതാണോ? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ ആ പോയത്തെ ദേഷ്യത്തിൽ. അപ്പൊ വെറുതെ അല്ലേ? ഓർമ്മ വെച്ച നാളെ മുതൽ ദേവതത്തിന് ആരുടെയെങ്കിലും മുന്നിൽ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ തറവാട്ടിലുള്ളവരോട് മാത്രം. ഒരാളോട് പോലും മറുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പാർവതി ചെറുപ്പം മുതൽ പറഞ്ഞു വെച്ചതായിരുന്നു ഞങ്ങളുടെ കല്യാണം. പക്ഷേ എനിക്കവളോട് പ്രണയം എന്ന വികാരം തോന്നിയിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചു. കഷ്ടപ്പെട്ട് അവളെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ചതിച്ചു. എല്ലാവരും കൂടി എന്നെ തെറ്റുകാരനാക്കി. ഇനി ഒരിക്കൽ കൂടി അവരുടെ മുന്നിൽ തോറ്റ് തലകൊനിച്ച് നിൽക്കാൻ ഈ ദത്തനെ കിട്ടില്ല. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പകയാണ് കാണാൻ കഴിഞ്ഞത്. അല്ല, നിനക്ക് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. ദത്തൻ വർണ്ണയുടെ മുഖഭാവം കണ്ട് ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നുമില്ല. പിന്നെന്താ മുഖത്തൊരു മ്ലാനത? ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സങ്കടമായോ? അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. സങ്കടോ? അതെനിക്ക്. ഞാനെന്തിനു സങ്കടപ്പെടണം? കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ വേറെ കെട്ടി പോകും. പിന്നെ നീ വെറുതെ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ എനിക്കെന്താ? ഓഹോ, അങ്ങനെയാണല്ലേ. അല്ല, നിനക്ക് എങ്ങനത്തെ ചെക്കനെയാ വേണ്ടത്? എനിക്ക് വർണ്ണ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആലോചിച്ചു. എനിക്കുണ്ടല്ലോ. വർണ്ണ പറയാമെന്നത് നിർത്തി ദത്തൻ്റെ തല മടിയിൽ നിന്ന് താഴെ ഇറക്കി വെച്ചു. ശേഷം ബെഡിലേക്ക് കയറി ചുമര് ചാരിയിരുന്ന് വീണ്ടും ദത്തൻ്റെ തല മടിയിലേക്ക് കയറ്റി വെച്ചു. എനിക്കൊരു പോലീസുകാരനെ മതി. കാണാൻ നമ്മുടെ വിക്രമാദിത്യൻ സിനിമയിലെ ഉണ്ണിമുകുന്ദനെ പോലെയുള്ള പോലീസ്. അത്രയ്ക്കും വേണോ? വല്ല ഡോക്ടറോ എഞ്ചിനീയറോ പോരെ. എന്തിനാ പോലീസ്? എൻ്റെ ഹസ്ബൻഡ് ഒരു പോലീസാണെന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടല്ലോ. അതിനേക്കാളും വെയിറ്റ് ഡോക്ടറാണെന്ന് പറയാനല്ലേ. ഡോക്ടറും വെയിറ്റൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പോലീസ് മതി. ഉറപ്പാണോ? അതെ. എൻ്റെ ഒരു കസിനുണ്ട്, പേര് ധ്രുവിത്ത്, ഡോക്ടറാണ്. ഞാൻ അവനോട് നിന്റെ കാര്യം ചെറുതായെന്ന് സൂചിപ്പിച്ചിരുന്നു. അവൻ്റെ സമ്മത. പക്ഷെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ആദ്യ ഭർത്താവിൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലെന്ന് വേണ്ട. വർണ്ണ ചിരിയോടെ പറഞ്ഞു. അയ്യടി മനമേ, എന്താ അവളുടെ മനസ്സിലിരിപ്പ്? കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് അവളുടെ മടിയിൽ കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ കണ്ണു തുറന്നത്. അവൻ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്ത് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൻ നോക്കുമ്പോൾ വർണ്ണ ചുമരും ചാരി ഇരുന്ന് ഉറങ്ങുകയാണ്. ദത്തൻ അവളെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ദത്തനെ കിടന്നു. ഞാൻ പോയാ നീ വേറെ കല്യാണം കഴിക്കൂ ദത്ത? വർണ്ണ അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് ചോദിച്ചു. നീ ഉറങ്ങിയില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഉറങ്ങിയതാ, പിന്നെ നീ എടുത്ത് പോണെന്നോ? നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. വേറെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുട്ടിയെ കണ്ട ചിലപ്പോൾ കെട്ടിയെന്നിരിക്കും. അവൻ പറയുന്നത് കേട്ട് വർണ്ണയുടെ മുഖമൊന്നും മങ്ങി. നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടിയെ ഇഷ്ടം? പറ, നിന്റെ സൗന്ദര്യ സങ്കല്പം ഞാനൊന്ന് കേൾക്കട്ടെ. വർണ്ണ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. ദത്തൻ അവളുടെ നെറുകയിൽ പതിയെ തലോടിക്കൊണ്ട് കിടന്നു.